ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സംശയത്തിന്റെ പേര് ചോദ്യം ചെയ്യാനാണെങ്കിൽ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. രാധിക പറഞ്ഞേക്കണം സാർ. എന്റെ മേലധികാരിയായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവെന്തെങ്കിലും ഇന്നലെ കണിമംഗലത്ത് എത്തിയിരുന്നോ? ഇല്ലെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മാത്രം മതി. നീ ഇങ്ങോട്ട് കൽപ്പിക്കണ്ട. കൊന്നത് നിങ്ങളാണെന്ന് സാഹചര്യ തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. കൊന്നു മാത്രമല്ല, 2 കുടുംബങ്ങൾ അറിയാതെ ശവസംസ്കാരം നടത്തിയത് അതിവിചിത്രമാണ്. കൊല്ലാനുള്ള കാരണം വ്യക്തമാണ്. നിങ്ങൾ തമ്മിൽ പ്രണയമാണ്. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി പ്രിയങ്കയെ ഒഴിവാക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. ഇല്ല സർ, അവളെ ദ്രോഹിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് പോലുമില്ല. നിനക്ക് എവനെ ഇഷ്ടമാണോ? നിനക്ക് ഇവളെ ഇഷ്ടമാണോ? അതെ സർ. സ്വന്തം ഭാര്യയുടെ ചേച്ചിയെ പ്രണയിക്കുന്ന ഒരുത്തൻ, അതിന്റെ പേരിൽ അനിയത്തിയെ ചതിക്കുന്ന ഒരുത്തി. സർ, പ്രിയങ്ക എന്റെ ഭാര്യയായത് അന്ന് വിവാഹത്തിന് നടന്ന ഒരു... മതി മതി മതിയേ. വിവാഹത്തിനും വിവാഹത്തിന്റെ തലേന്ന് നടന്ന കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. നിയമപരമായി പ്രിയങ്ക നിന്റെ ഭാര്യയാണ്. ആ ഭാര്യയെ നീ വഞ്ചിച്ചു, ദ്രോഹിച്ചു, മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. അതിനുവേണ്ട സകല തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അവരാരായിരുന്നു? ഈ കൃത്യത്തിന് വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയത് ആരായിരുന്നു? നീയായിരുന്നു. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. കണിമംഗലം വീട്ടിന്റെ അകത്തുറങ്ങിക്കിടന്നിരുന്ന പ്രിയങ്കയെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയ ആളുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിന്റെ ഏർപ്പാടായിരുന്നു, അതോ അത് ഏർപ്പാടാക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും നീ ഏൽപ്പിച്ചോ? സാർ എന്ത് ഭ്രാന്തായി പറയുന്നേ? ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കാണോ സാർ? സാറിനെ എങ്ങനെ ചോദ്യം ചെയ്താലും പ്രിയങ്കയെ കൊന്നത് ഞങ്ങളല്ല. ഇവൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് ഇവനങ്ങ് വിട്ടേക്കല്ലേ? ശബ്ദം ഉയർത്തി പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നീ പറഞ്ഞില്ലേ വെറും ഒരു സംശയത്തിന്റെ പേരില നിന്നെ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെന്ന്? സംശയമല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാ.